ആർഎസ്എസുമായി സിപിഎം അടിയന്തരാവസ്ഥ കാലത്ത് സഹകരിച്ചിട്ടുണ്ടെന്ന എം വി ഗോവിന്ദന്റെ പരാമർശം തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു കാലത്തും ആർഎസ്എസുമായി സിപിഎം ബന്ധമുണ്ടാക്കിയിട്ടില്ലെന്ന് ചരിത്രവും രേഖകളും ഉദ്ധരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. പരാമർശം തള്ളിയെങ്കിലും വ്യക്തിപരമായി പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി തള്ളി പറഞ്ഞില്ല. ആർഎസ്എസുമായും ജനസംഘവുമായി സഖ്യമുണ്ടാക്കിയത് കോൺഗ്രസ് മുസ്ലിം ലീഗുമാണെന്നും ആരോപിച്ച മുഖ്യമന്ത്രി സിപിഎമ്മിനെതിരായ ആക്രമണത്തിനും പ്രതിരോധം തീർത്തു. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് വീണ വാക്കിൽപ്പെട്ടുലഞ്ഞ് ഇന്ന് പകൽ മുഴുവൻ സിപിഐഎം. തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. എം വി ഗോവിന്ദനെ നേരിട്ട് തള്ളി പറഞ്ഞില്ലെങ്കിലും ചരിത്രം പറഞ്ഞ് അടിയന്തരാവസ്ഥക്കാലത്തെ പാർട്ടി എന്തായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. അവരോടുള്ള കാര്യത്തിലുള്ള സമീപനം ഇന്നലെയും യോജിപ്പില്ല, ഇന്നും യോജിപ്പില്ല, നാളെയും യോജിപ്പുണ്ടാവില്ല. ഇതാണ് സിപിഐഎമ്മിന്റെ അവരുള്ള നിലപാട്. പരാമർശം എം വി ഗോവിന്ദൻ തിരുത്തിയിട്ടില്ലല്ലോ എന്ന് ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ചെങ്കിലും പാർട്ടി സെക്രട്ടറിയെ നേരിട്ട് തിരുത്താതിരിക്കാൻ മുഖ്യമന്ത്രി സൂക്ഷ്മത കാണിച്ചു. ഗോവിന്ദ മാഷ കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയല്ലോ. പിന്നെ അതിനെപ്പറ്റി ഞാൻ പറയേണ്ടതെന്ന് RSS നേതാക്കളുടെ ചിത്രം രാജ്ഭവനിൽ വച്ചതിനെയും രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി വിമർശിച്ചു. ഭരണഘടന നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഒന്നിനെ അംഗീകരിക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. RSS ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്താൻ ശ്രമിക്കരുത്. വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച മുഖ്യമന്ത്രി നിലമ്പൂരിൽ എം സ്വരാജിന് വിജയം ഉറപ്പാണെന്ന് പറഞ്ഞാണ് നടന്നു നീങ്ങിയത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.